ഹായ്, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, സുഖാണ്. നിങ്ങൾക്ക് സുഖല്ലേ? നിങ്ങൾക്ക് സുഖാണെന്ന് വിചാരിക്കണു. ഇപ്പോ ഷാന് സോറി, വിഷയത്തിന് തന്നെ മാറി. ഞാൻ ഇപ്പൊ വന്നത് എന്തിനാ അറിയോ? എന്തൊക്കെ അവിഹിതാണ് എനിക്ക്. ഹൈ, വല്ലാത്തൊരിടങ്ങേറ്. എന്റെ കെട്ടിയോൾ ഒളിച്ചോടി, ഞാൻ കഞ്ചാവാണ്, പിന്നെ വേറെന്തൊക്കെയാണ്? അങ്ങനെ കുറെ ഉണ്ട്. ഒക്കെ ഞാൻ കേൾപ്പിച്ചുതരാം. നിങ്ങൾ ഇനി ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ ഞാൻ കേൾപ്പിച്ചുതരാം. എനിക്കിതൊക്കെ ഭയങ്കര ത്രില്ല. അപ്പൊ ഇത് പറഞ്ഞിരിക്കണ ആരാണ്, പിന്നെ ഇത് പറഞ്ഞു കൊടുത്തിക്കണ ആരാന്നുള്ളത് അറിയില്ലേ? മൂന്ന് ചെക്കന്മാരെ വെച്ചിട്ട് ഒരു ലോഡ്ജിൽ നിന്ന് പിടിച്ചിട്ട് അത് കണ്ട് കെട്ടിയോൻ തൂങ്ങി മരിച്ചിട്ട് അത്രയും നല്ല പവിത്രമായ ഒരു പെണ്ണാ പറഞ്ഞിരിക്കണത്. അതായത് പണ്ടൊക്കെ ഇവിടെ മണ്ണാർക്കാട് വെച്ച് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ജീൻസിന്റെ കഥ പറഞ്ഞിട്ട് ചിരിച്ചിരുന്നു എല്ലാരും. ഇപ്പൊ എന്താ സംഭവം എന്നറിയോ? ഇപ്പൊ ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് പലരും പറയാം, എന്റെ ചെങ്ങൈജ വിട്ടുന്ന വീഡിയോ ആണ് ഓർമ്മ വരും, ഇതിനാണ് കണ്ടാന്ന്. മണ്ണാർക്കാട്ടേര് ഒരു ഇതപ്പോ ഈ വീഡിയോസ് എല്ലാം മുഴുവൻ കണ്ടുപോയി. സ്പെഷ്യൽ വീഡിയോസ് ഉണ്ടായിരുന്നില്ലേ, അത് ഞാൻ റിലീസാക്കിയത്. അതായത് ഞാൻ അതിന്റെ പുറകെ പോകാത്തതിന്റെ കാരണം എന്താന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നു. കാരണം അത് തീർന്ന വിഷയമാണ്, അതുകൊണ്ട് ഇനി അതിമൊന്നും പറയാനില്ല. അതായത് ഇത്രയും ചെയ്ത് കൂട്ടിയിട്ടും പിന്നെ ഞാൻ തന്നെ നല്ല പെണ്ണാണ് ഞാൻ, അത്രയും എന്താ പറയാ 14,000 ഞാൻ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഈ സ്കാനർക്ക് പൈസ ഇട്ടോളൂ, എനിക്ക് കുട്ടികളെ നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഉടായ്പും കൊണ്ട് നടക്കുമ്പോൾ അത് മുഴുവൻ പൊളിച്ചടിക്കിയത് ഞാനാ. അതായത് വിത്ത് വീഡിയോ സഹിതം. ഇതിങ്ങനെ ഒരു പോക്ക് കേസാണ്, പടക്കാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ പലരും നുണ പറയണമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ വീഡിയോസുകൾ കണ്ടപ്പോഴാണ് ഇത് ഞാൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായത്. അപ്പൊ അതിന്റെ ഒരു ചുരുക്കമൊക്കെ ഉണ്ട്. അതായത് ഇനി എന്തെങ്കിലുമൊക്കെ ഒരു കഥ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാല് ഇതിമ്മ തൂങ്ങാൻ പറ്റുള്ളൂ എന്ന്. നമുക്കാണെങ്കിൽ എല്ലാം തെളിയിച്ച് കഴിഞ്ഞതിന്റെ പേരിൽ ഇനി അതിന്റെ പുറകെ പോകാനുള്ള ഒരു താല്പര്യവും ഇല്ല. കാരണം എന്താണോ തെളിയിക്കാൻ വന്നത് അത് ഞാൻ തെളിയിച്ചു. അപ്പൊ അത് ഞാൻ മാറ്റി നിർത്തി. ഇതിന് ഇവിടെ മണ്ണാർക്കാട് ഒരു തുണിക്കടയിൽ നീന്നൊരു പെണ്ണുണ്ട്, 40-45 വയസ്സായിക്കണു. ഇപ്പൊ ഏതൊരു കിളവനെ കെട്ടും ചെയ്തിരിക്കണത്. അപ്പൊ ഓള് പറഞ്ഞു കൊടുത്ത അറിവാണ് ഇവൾക്കെന്നാണ് ഇവളെല്ലാരത്തും പറഞ്ഞിരുന്നത്. എന്തായാലും നമുക്ക് ഈ പടക്കങ്ങളെ പിന്നാലെ ഒന്നും നടക്കാൻ നേരമില്ല. നമ്മൾ ഓരോന്ന് സ്റ്റെപ്പായിട്ട് അത് തെളിയിച്ചു കഴിഞ്ഞതാ. അപ്പൊ അതൊന്നും അല്ല പ്രശ്നം. ഇപ്പൊ പുതിയ ന്യൂസ് കേട്ടിട്ടുള്ളൂ നിങ്ങളെ. ഇത് അതായത് ചില കാര്യങ്ങളൊക്കെ നത്തിങ് ടു പ്രൂവ്, അതായത് നമുക്ക് തെളിയിക്കേണ്ട കാര്യമല്ല. നമ്മൾ അതിനെ കുറിച്ചിട്ട് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, എന്റെ പെണ്ണുങ്ങൾ ഒളിച്ചോടിയില്ലേ, ഇജി കഞ്ചാവല്ലേ, ഇജി കള്ളല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാണെന്ന ബല വിചാരം. ഇന്റെ ഏതെങ്കിലും കാമുകിമാരോ അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണുങ്ങളാരോ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഷെരീഫ് ഇന്നെങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് വരെ വന്നിക്കണോ? ഇല്ലല്ലോ, വരാനും പോണില്ല. വന്നത് ഇവരതൊക്കെയാണ്. എന്നാലോ ഓലൊക്കെ മറ്റുള്ള മണ്ടക്കിട്ടിട്ട് എന്താ ഒരുത്തി എന്നോട് ചാറ്റ് ചെയ്തു എന്നാ പറഞ്ഞത്. 2010-11 കാലഘട്ടങ്ങളിൽ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എനിക്കെതിരെ ആകെ ഉണ്ടായ ഒരു അവിഹിതമാണ് ഇവളവിഹിതം. കേട്ടില്ലേ ഞങ്ങള്? അതാണ് ഇപ്പൊ എനിക്ക് സങ്കടം. എന്നിട്ട് ഓളന്നെ എന്റെ കൂടെ ചാറ്റ് ചെയ്തില്ലേ. അപ്പൊ അത്രക്ക് മോശമാണെന്ന് ഓളന്നെ അംഗീകരിക്കുന്നുണ്ട് ചാറ്റ് ചെയ്തത്. അപ്പൊ ആ ഒരു അവിഹിതം അല്ലാതെ പടച്ചോന്റെ വേണ്ടുകൊണ്ട് എനിക്ക് വേറൊരു അവിഹിതം വന്നിട്ടില്ല. മാത്രല്ല, ഞാൻ എന്റെ ഈ പെരീക്ക് കെട്ടിക്കൊടുന്നൊരു പെണ്ണ് എന്ന് പറഞ്ഞ ആ കല്യാണം ഞാൻ സലീം കോടത്തൂരിനോട് പറഞ്ഞിരുന്നു. സലീം കോടത്തൂർ വന്നു. ഞാനും എന്റെ വൈഫും സലീം കോടത്തൂർ നിൽക്കുന്നത്. തൻസീർ കല്യാണത്തിന്റെ മുമ്പാ വന്നത്. താജുക്കാക്ക് അന്ന് വേറെ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട് വരാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ മുത്തു പട്ടൂർമാല്, ഷിയാ പട്ടൂർമാല്, ഇവരൊക്കെ എന്റെ വീട്ടിൽ വന്നിട്ടില്ല. ഞങ്ങളൊക്കെ നല്ല ബന്ധമുള്ള ആളുകളാണ്. അപ്പോ ഓലൊക്കെ വിളിച്ച കല്യാണത്തിന് ഞാൻ കെട്ടിയ പെണ്ണ് അപ്പോഴും എന്റെ അടുക്കളയിൽ ഒരു ജോലിയും പിടിച്ചിട്ട് നിന്നിരുന്നു. ഞാൻ അങ്ങോട്ട് പോരുമ്പോ 2 കുട്ടികളെയും പ്രസവിച്ചിരിക്കും. അപ്പൊ അതിലൊന്നും എനിക്ക് സംശയമല്ല. ഇതൊന്നും തെളിയിക്കാനും നടക്കണ്ട. പിന്നെ ഇപ്പൊ നാട്ടിൽ കല്യാണം നടക്കും, മുടങ്ങും, ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സംഗതിയാണ്. ഇനിയിപ്പോ ഞാൻ 36 കെട്ടിയിരിക്കണമെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു പെണ്ണ്, 35 പെണ്ണിൽ ഏതെങ്കിലും ഒരു പെണ്ണ് ഷെരീഫ് ഇന്നെ ആദ്യം കെട്ടി ഒഴിവാക്കിയതാണ്, അല്ലെ ഷെരീഫ് ഇന്നെ ആദ്യം പ്രേമിച്ച് ചീറ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞു വന്നിക്കണോ? ഇല്ലല്ലോ. നിങ്ങൾ ഈ 2 അല്ലാതെ. അപ്പോ അതെനിക്ക് വലിയ വിഷയമല്ല. അതാണ് ഞാൻ പറഞ്ഞത്, ചില കാര്യങ്ങൾ നത്തിങ് ടു പ്രൂവ്. ഓക്കെ, തെളിയിക്കേണ്ട ആവശ്യമില്ല. അതെന്തോ അതിന്റെ വഴിക്കണ്ട് വിട്ടോട്ടെ. ഞമ്മക്കിപ്പോ പറയാൻ പോണ എന്താ അറിയോ? ഞമ്മക്ക് ഇക്കായുടെ കാര്യം പറയാം. ഇക്കായുടെ കാര്യം ഒന്ന് കേട്ടതാ. അപ്പം ഈ ചാനലും നജ്ല ഷാൻ മസ്റൂഫ് നമ്മുടെ സെക്കൻഡ് ചാനലാണ്. അപ്പോഴേ ഇക്ക ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം സെക്കൻഡ് ചാനലാണ്. സെക്കൻഡ് ചാനൽ എന്ന് ഉദ്ദേശിച്ചത് എന്താ അറിയോ? ഇവൾക്ക് ഒറ്റക്കൊരു ചാനലുണ്ട്, പിന്നെ ഇക്കായിക്ക് വേറെ ഒറ്റയ്ക്കൊരു ചാനലുണ്ട്, പിന്നെ ഇവർക്ക് 2 പേരും പാടെ ഒരുമിച്ചിട്ട് ഒരു ചാനലും കൂടി ഉണ്ട്. അതാണ് ഈ സെക്കൻഡ് ചാനല്. മനസ്സിലായില്ലേ? എന്താ ഫോണിന്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ നാറി, നീ വീഡിയോ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, നിനക്ക് എന്നെ കുറിച്ച് എന്താ? സെക്കൻഡ് ചാനലാണ്.
ഇപ്പോഴേ ഇക്ക ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഷെരീഫ് മോന്റെ അടുത്ത് പറയാനുണ്ട്, എടാ നാറി, നീ വീഡിയോ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്, നിനക്ക് എന്നെ കുറിച്ച് എന്താ അറിയാം, എന്താ അങ്കാ പൊങ്ക അറിയണം. കുറെ കഞ്ചാവും വലിച്ചിട്ട് കുറെ സുറമയും വരച്ച് ഫിൽറ്റർ ഇട്ടിങ് കയറി വന്ന് വണ്ടിക്കകത്തിരുന്ന് നീ പറയുമ്പോ നീ എന്ത് വിചാരിച്ചു? നീ പെൺകാട്ടിയെ സമൂഹത്തിലോട്ട് ഇറക്കടാ, അവക്കാമ്പത്തി തടിയും തന്റെ ഉണ്ടല്ലോ, 10 ആണുങ്ങൾ കാണട്ടടാ നിന്റെ പെൺകാട്ടിയ. നാട്ടുകാരെ പെണ്ണ് 10 ആണുങ്ങൾ കാണട്ടെ പറഞ്ഞപ്പോ പറഞ്ഞ മൂള ഓ മറിഞ്ഞിരുന്നിട്ട് പെണ്ടാട്ടി ഇറക്കിയിട്ട് പറയുന്നത് നീ പെണ്ടാട്ടി ഇറക്കെന്ന്. എന്താ പെണ്ടാട്ടി തെങ്ങമ്മല്ലേ ഇജ്ജ് പറയുമ്പോ ഇറക്കാം പറ. ഒരു ഷാജിദ ഒരു നെജില, എനിക്ക് വേറെ ഈ ഭർത്താവില്ലാത്ത അവന്റെ ആദ്യത്തെ പെണ്ടാട്ടിയാണ് ഒളിച്ചോടി പോയാ. ഭർത്താവില്ലാത്ത, അതായത് ഭർത്താവില്ലാത്ത പെണ്ണുങ്ങളെ പുറകെ പോകലാണ് ഇവന്റെ പണി എന്നുള്ളത്. ആ ഇവൾക്ക് ഭർത്താവില്ലാന്ന്. ഇനി എവിടെ കണക്ക് ഭർത്താവ്? ആഴ്ചയിൽ 7 ദിവസം ഉള്ളത്. 7 ദിവസം ഓരോടത്ത് പോയിക്കാനുള്ള ഭർത്താക്കന്മാർ കണക്കുണ്ട്. ഇത് ഇനി എവിടെ കണക്ക് ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങളെ? അപ്പൊ ആയിരിക്കുന്നത് ആരാ? കർത്താവും അതിന്റെ അടുത്ത്. അതിന്റെ ഇടയിൽ കൂടെ വേറെ എന്തോന്ന് പറഞ്ഞല്ലോ. പെണ്ണുങ്ങളെ വെച്ചിട്ട് ഒരു ഷാജിദ ഒരു നെജില, എനിക്ക് വേറെ ഈ ഭർത്താവില്ലാത്ത അവന്റെ ആദ്യത്തെ പെണ്ടാട്ടിയാണ് ഒളിച്ചോടി പോയാ. ആണോണ്ടടാ നാറിയേ. പിന്നെ നിന്റെ പെണ്ണുങ്ങളെ അടുക്കളയൊക്കെ ഒളിച്ചോടിയിരിക്കണേ. അത് പോട്ടെ, അന്റെ അപ്പുറത്തിരിക്കണല്ലേ ഓനെ കുറിച്ചിട്ട് ജനല പറഞ്ഞിരുന്നത് എന്ത്? ഓൻ തല്ലിക്കൊല്ലാരാക്കിയ ഒരു പെണ്ണിന്റെ, അതോ തല്ലി കൊന്നൊരു പെണ്ണിന്റെ അവശ്യ നിലയിലായി എന്നൊക്കെ. ഇപ്പൊ എന്താ കെട്ടിറങ്ങിയപ്പോ എടുത്തു വന്നിരുന്നിക്ക? എന്താ മോനെ കണ്ട് കാണിച്ച്? ആണല്ലേ അന്റെ ഷാൻ, എന്താ അവന്റെ പേര്? ഷാനില്ലേ? മറ്റൊക്കെ ഓരോ മറ്റേ ചൈനീസിന്റെ പേര് ഇട്ടുക്കണു, പൂച്ചകൾക്ക് ഇടുന്ന പേരൊക്കെ. എന്തായാലും ഓന്റെ കെട്ടിറങ്ങിക്കല്ലേ, ഓനോട് വെളിച്ചത്തേക്ക് വരാൻ പറയാം. എന്തൊക്കെയോ ഓൻ പറയുന്നുണ്ട്. ഓൻ എന്താ അതിന്റെ അടി കൂടെ പറഞ്ഞല്ലോ കഞ്ചാവാണെന്നുള്ളത്. ഇവരാച്ച് കഞ്ചാവ് ഇടുന്നതിന് പിന്നെ വേറൊരു കാര്യം റഹീമിന്റെ അങ്ങനെ പെണ്ടാട്ടിയെ സമൂഹത്തിലോട്ട് ഇറക്കടാ, അവക്കാമ്പത്തി തടിയും തന്റെ ഉണ്ടല്ലോ, 10 ആണുങ്ങൾ കാണട്ടടാ നിന്റെ പെണ്ടാട്ടിയ. നാട്ടുകാരെ പെണ്ണുങ്ങളെ വെച്ചിട്ട് ഒരു ഷാജിദ ഒരു നെജില, എനിക്ക് വേറെ ഈ ഭർത്താവില്ലാത്ത അവന്റെ ആദ്യത്തെ പെണ്ടാട്ടിയാണ് ഒളിച്ചോടി പോയാ. ആണോണ്ടടാ നാറിയേ. പിന്നെ വേറൊരു കാര്യം റഹീമിന്റെ വേറൊരു ഇതൊന്നും നിൽക്കണില്ല. ഇജിപ്പൊ ഇന്റെ കാര്യം പറയുന്ന അടിയിൽ എന്തിനാ റഹീമിന്റെ വണ്ടക്ക് കയറിയത്? ആ ചെങ്ങായി അവിടെ കുറച്ചു നേരം നിൽക്കട്ടെ. ഇജിപ്പൊ ഇന്നെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ അത് പറഞ്ഞു മുഴുവാക്ക്. ഇതൊരു കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കണതിന്റെ അടിയിൽ ഒറ്റ പോക്ക റഹീമിന്റെ. എവിടെ എന്തിനാ എന്റെ ആശ? ഓനെ വിളിച്ച ഓനെ രംഗത്തേക്ക് വിളി. വലിയ റൗഡിയല്ലേ? ഇവനൊക്കെ ഇപ്പൊ എന്നെ തൊടുന്ന് കയറിയെന്ന് നമ്മക്കറിയില്ലേ? പിന്നെ മാത്രല്ല ഇജ്ജ പറഞ്ഞത് എന്ത്? ഓന്റെ പെണ്ണുങ്ങൾ ആദ്യത്തത് എന്തൊക്കെയാ ആക്കിയതും ഇതാക്കിയതും ഭയങ്കര ക്രൂരനാണ്, ഭയങ്കര എന്തൊക്കെ ക്രിമിനലാന്ന് പറഞ്ഞത്, പ്രത്യേകതരം ക്രിമിനലെന്നൊക്കെ പറഞ്ഞില്ലേ? എന്തായാലും കുറച്ചേറെ ക്ഷമണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കേട്ടോളി. ഇപ്പൊ ഇന്നെ വിട്ടിക്കണു, ഇന്നെ 2 മറ്റേ ഇത് പറഞ്ഞ് വിട്ടിക്ക. ഇവലൊക്കെ വിചാരം എന്താ അറിയോ? പെണ്ണുങ്ങൾ ഒളിച്ചോടി, കഞ്ചാവ് വലിച്ചിട്ടുണ്ട്, കള്ളു കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളങ്ങോട്ട് തളരുന്ന. അതിമൊന്നും ഷെരീഫ് തളരൂല മകളെ. കാരണം എന്താ അറിയോ? മറ്റോൾക്ക് റിപ്ലൈ കൊടുക്കാത്ത എന്താ അറിയോ? ഓളെ ഞാൻ ഒഴിവാക്കി വിട്ടതാ. അത് മുഴുവൻ ഞാൻ തെളിയിച്ചതാ. മണ്ണാർക്കാട്ടിൽ പല ആളുകളും സോഷ്യൽ മീഡിയയിലെ കുറെ ആളുകളും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ, സത്യമാണോ എന്ന് ഞാൻ അങ്ങനെ ഇട്ടുകൊടുത്തു, കോഴിക്കാരി ഇട്ട് കൊടുക്കണമായിരുന്നു. അപ്പൊ എന്തായി? സത്യമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ ആ നാണക്കേട് മറ്റേ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് കടന്ന് തെറി വിളിക്കണേയും മറ്റേ ചീത്ത പറയുന്നത്, കഥ ഉണ്ടാക്കണത്, അതങ്ങനെ ഉണ്ടായിക്കോട്ടെ. ഈ കഥ തിരക്കഥ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, 40-45 വയസ്സുള്ള എന്താ ഡ്രാക്കുളയുടെ ഒരു വല്ലുമായിട്ടുള്ള ഒരു പെണ്ണുണ്ട് ഇവിടെ. ഈ പെണ്ണിന്റെ പണിയാണ് ഇതൊക്കെ. ഇതിന് ഈ നാട്ടിൽ തന്നെ ഒരു കമ്പനിയോ തുണക്കാർത്തികളോ ഇല്ല. അങ്ങനെ ജീവിക്കുന്ന അത്രയും തറയായിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരു പെണ്ണാണ് ഈ പെണ്ണ്. അപ്പൊ ഈ പെണ്ണാണ് ഇവളെ കൂട്ടുകാരിയാണ് ഇവളെ. അപ്പൊ അതൊക്കെ പാടെ മിക്സ് ചെയ്യുമ്പോ ഒറ്റ ചമ്മന്തിന്റെ അരക്ക. എങ്ങനെ പറയാം? നിനക്ക് കൊച്ചിനെ കാണാനോ കൊച്ചിന് ചെലവിന് നീ കൊടുത്തോ? അത് നമുക്കറിയാം. ഈ 10 വർഷത്തെ ചെലവ് തരണോടാ നാറിയെ. നാറി, നീ എന്റെ കൊച്ചിനെ കണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ ഉമ്മയും പെങ്ങളെ കൊച്ചിനെ അടിച്ചിട്ടുണ്ടെങ്കിലാടാ കേക്കണങ്ങള്. അതായത് സ്വന്തം ആ 11 വയസ്സായ കുട്ടിയുടെ വാപ്പാനെയാണ് ഇപ്പൊ ഇവര് തെറി വിളിക്കണത്. ഇവൻ ചോദിക്ക ഇജ്ജ് ആരാ അതൊക്കെ പൊന്തിച്ച് നോക്കാന്ന്. ഈ നാറിയാണ് ഇതൊക്കെ ചെയ്തിട്ട് ചൈൽഡ് കെയർ കൊണ്ടുപോയിക്കണത്. ഈ കള്ളും കുടിച്ചിട്ട് വന്നിട്ട് ഇവനിക്ക് ഇവന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇപ്പം ഏതോ കാലം പുറത്താക്കിയതാ. ഏത്? ഈ ചങ്ങായിന്. അങ്ങനെയാണ് ഈ മറ്റേ എന്താ പറയാ നെജിലാനി മറ്റേ ഈ ഷാനിയും പാടെ കട്ടിലിന്റെ അടിയിൽ നിന്ന് നെജിലാടെ ഉമ്മയും വാപ്പയും പാടെ കൂടി പിടിച്ചത്. അങ്ങനെ പിടിച്ചു എന്ന് മാത്രമല്ല, എല്ലാവരും പാടെ ഇടപെട്ടിട്ട് ഇത് നേരെ സ്റ്റേഷനിലെത്തി കല്യാണം ഇവര് തമ്മിൽ കഴിച്ചു എന്ന് പറഞ്ഞ് ഒരുമിച്ച് ജീവിതം തുടങ്ങിയതാ. ഈ കല്യാണം കഴിക്കണതിന്റെ മുമ്പ്, കല്യാണം കഴിഞ്ഞിട്ട് ആകെ 6 മാസമായിട്ടുള്ളൂ. ഓൾക്ക് ഇപ്പൊ തന്നെ 8 മാസം പള്ളിയില്ല. എന്നാലും ഓള് ഭയങ്കര കുടുംബിനി കേട്ടോ.
ഓ നല്ലവനായ കള്ളുടി തന്നെയാണ് ഓന്. ഇപ്പൊ മഹരിബിന് കഴിച്ചിട്ട് ഇത് മാറും. വീട്ടിൽ വെച്ച് പറഞ്ഞില്ലേ കൊച്ചിന് നീ വെള്ളം ചെല്ലാം. അപ്പൊ നിന്റെ നിലമേൽ ലോഡ്ജിൽ ചെല്ലേ വെച്ചതാണ് മോളെ കൊണ്ട് നിലമേൽ ഹോട്ടലിൽ വരാൻ. അവള് കത്ത് ഞാൻ പബ്ലിക് ഇടട്ടാടാ. അൻസീര കത്ത് എഴുതി വെച്ചിട്ട് ഒരു ശല്യത്തിനും ചെല്ലരുത്. ഇപ്പോഴും അവള് ഹോട്ടലിൽ നിന്നല്ലേ ജോലി ചെയ്യണത്. ചെറിയ മകളെ ഇത് നോക്ക്, എന്തത് ഫിറാവിന്റെ മമ്മി. ആകെ എല്ലാം തോലും ആ ശരീരത്തിന് അമ്മാറ്റ സൗണ്ട് വരുന്നത്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. പെണ്ണിനെ വിളിച്ചോണ്ട് വന്നാൽ ചെലവ് കൊടുക്കാനുള്ള കഴിവാണ്. നീ ഇതൊക്കെ എന്നിപ്പം മഴയാത്ത നിനക്ക് എന്നും പണിയില്ല. ശരി, ഒരു പെണ്ണിനെ വിളിച്ചു കൊടുത്താൽ അതിനുള്ള ചെലവിന് കൊടുക്കാനുള്ള കഴിവും വേണ്ട നിനക്ക്. ആരാ പറയണറിയോ? 5ാമത്തെ ടെബം കെട്ടണത്, അതോ 4ാമത്തെ? എടാ ചെങ്ങ, ഇതിന്റെ മുമ്പുള്ള മാപ്പിളാരൊക്കെ ദുനിയാവിലുണ്ടോന്നുള്ളത് ആദ്യം അന്വേഷിച്ചു നോക്ക്. ഇജ്ജ് എന്ത് കണ്ടിട്ടാ ഈ വന്ന് കുരക്കണു ഇവിടെ? അതും ഇവളെ നമ്പിയിട്ട്. നീ എന്റെ ഉമ്മ കൂട്ടി അങ്ങോട്ട് കൊണ്ടുപോയി. ഞാൻ ചോദിക്കട്ടെ, നീ നിന്റെ ഉമ്മയും അവന് ഒരു പ്രായമല്ലേ? അല്ലേ? എന്തിനാ വിളിക്കാ നീ? എന്തിനാ വിളിക്കുന്നത്? നാറിയെ എന്റെ പാപ്പായെ എന്തിനാ വിളിക്കുന്നത്? നാറിയെ പാപ്പായെ വിളിച്ചോട്ടെ. ഈ 10 വർഷമായിട്ട് ഇല്ലാത്ത, ഇവിടെ കഷ്ടപ്പെട്ടപ്പോ ഇല്ലാത്ത സ്നേഹം നിനക്ക് എവിടെ നിന്ന് പെട്ടെന്നുണ്ടായി? സ്വന്തം തന്തക്കും തള്ളക്കും വരെ രക്ഷയില്ല. ഓൻ പറയുന്നേ കേട്ടില്ലേ? എന്ത് കെട്ടിക്കൊടുന്ന ചെലവിന് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ എന്തിനാ ജാണാറിന് നടക്കണെന്ന്. ഭയങ്കര കുടുംബത്തിനോട് ഭയങ്കര എന്താ പറയാ സ്നേഹവും വാത്സല്യവും പിന്നെ വേറെ എന്തൊക്കെ കാരികൗലൊക്കെ ഉള്ള ഒരാളാ. ആ മറിഞ്ഞു നിന്നിട്ട് ആ പറയുന്നത് മുഴുവൻ ആക്കി കേക്ക. ഇത് തീരണ്ടേ? കളകളകളകളെ ഓല് രണ്ടാളും മൊത്തോട് മുഖം നോക്കിയിട്ടാ വർത്താനം പറയുന്നത്. ഈ ലൈവും തുറന്നു വെച്ചിട്ട് എന്നാ ഓലിക്കണ് പറഞ്ഞൂടെ? അവള് വേറൊരാളെ പാപ്പാന്ന് വിളിച്ചപ്പോ അവര് സഹിച്ചില്ലെടാ. അന്ന് ഓർക്കണമായിരുന്നടാ. നിന്റെ വയ്യാത്ത മിണ്ടാപ്രാണി മനസ്സിലായ നീ അടിച്ചില്ലേടാ? പാപ്പാന്ന് വിളിച്ച 2 പേരെ വിളിച്ചിട്ടുള്ളൂ. ഒന്ന് മറ്റേത് 28 ദിവസത്തെ ദാമ്പത്യം. അത് നിന്നെ കാരണം ഉണ്ടാ തുടങ്ങിയത് പട്ടിയെ. പിന്നെ ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞാൽ റഹീമും ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ തുടർന്ന് ചെയ്യണം. നിന്നെ പാപ്പാന്ന് വിളിച്ചിട്ടുള്ള കാര്യം നീയാണോ? എന്നെ മാത്രമേ പാപ്പാ വിളിച്ചുള്ളൂ. അതാണ് എന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. നീയാണ് എന്റെ ലൈഫിൽ കയറി എല്ലാം കളിച്ചത്. എല്ലാ ലൈഫിലും കയറി കളിച്ചത് നീ ഒറ്റ തന്നെ. നാറിയെ ഞാൻ എന്റെ ചോദിക്കൂലേ പാപ്പ വല്ല മോനെ എന്റെ മോനെ കൊടുക്കുന്ന ഞാൻ കൊടുത്തിട്ട് റിജക്ട് ചെയ്യുന്നതാണ്. അറിയോ? അവരെടുക്കുന്നില്ല, അവർക്ക് വേണ്ട. എന്റെ അമ്മയുടെ അടുത്ത് വേറൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ പബ്ലിക്കിൽ എന്റെ അമ്മയെ കൊണ്ടുവരേണ്ട കാര്യമോ ഞാൻ ഫാമിലി ചെയ്തേണ്ട കാര്യമോ എനിക്ക് അന്നും ഒന്നുമില്ല. ഞാൻ എന്റെ മക്കളും തന്നെയാണ് യൂട്യൂബ് കൊണ്ടുപോകുന്നത്. എന്റെ ഉമ്മക്ക് എന്റെ മോളിൽ യാതൊരു അധികാരങ്ങളും ഇല്ല. കാരണം മോളല്ല എന്ന് ഉമ്മ തന്നെ പബ്ലിക്കിൽ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. അങ്ങനെ നേരത്തെ നോക്കാൻ അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എന്നെ കേട്ടതുമില്ല. ഗൾഫിൽ നിന്ന് അറിയാനോ? ഇന്ന് ഞാൻ ഗൾഫിൽ നിന്നിട്ട് ഒരു ജോലിക്കാരി ആവേണ്ടിയുള്ളൂ. ഗൾഫിലെ ഷെയ്ക്കാവണ്ടേ? സ്വന്തം ഉമ്മാനോടൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വിട്ടാൽ മതി. അതിനപ്പ വന്നിട്ട് ഈ പറയണത് ഏത്? എന്റെ ഉമ്മാനോട് പറയാനുള്ള ഒരു കാര്യം എന്താ എനിക്കറിയോ? എന്റെ ഉമ്മ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. എന്റെ മോളുടെ മറ്റേ ഒരവകാശം എന്റെ ഉമ്മയിലില്ല എന്ന്. എന്താ പറ്റുന്നൊക്കെ ചെയ്യേണ്ടത്? ഇത് പറയണേ കണ്ടമാനുണ്ട്. നമുക്ക് കുറച്ചെണ്ണം അടിച്ചുകൂടാ കേട്ടോ. ഞാൻ വരും. ഞാൻ ഒരു സമയത്ത് നീ പറഞ്ഞു നിന്റെ ചടയമംഗലം ബിവറേജും ഈ ബാറിലൊക്കെ ഞാൻ സ്ഥിരം ആളായിരുന്നു. നിനക്ക് അറിഞ്ഞു എന്നെ കുറച്ച് നേരമേ. നീ ക്ലിമാനൊക്കെ തിരക്കി നോക്കാം. ക്ലിമാനിന്റെ ചടയമംഗലത്തെ എന്നെ കുറിച്ച് തിരക്കി നോക്കാം. എന്നെ കല്യാണം കഴിച്ച് രാവിലെ പോകും. അവിടെ പോയി രാത്രി 11 മണിക്ക് മുണ്ടൂരി കൈ പിടിച്ചോണ്ട്. ഈ ഇന്ദ്രപ്രസ്ഥ ബാറൊക്കെ പണ്ട് ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന സാധനം കൊറോണ ടൈമിൽ വരെ എനിക്ക് അവിടെ സാധനം കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം ഒരു കാര്യമുണ്ട്. ഇപ്പൊ മദ്യപാനം ഞാനിപ്പോ ആ കമ്പനി മറ്റോള് പറയാ എന്ത് ആദ്യത്തെ ഭർത്താവ് രാവിലെ 8 മണിക്ക് പോകുമായിരുന്നു. എന്നിട്ട് വൈകുന്നേരം രാത്രി 11 മണിക്ക് മുണ്ടും കജ്ജി പിടിച്ചിട്ട് വരികയായിരുന്നു. അതെന്താ? അത്രയും ഫിറ്റായിട്ടാണ് രാവിലെ പോയവൻ തിരിച്ചു വരികയാണ്. അപ്പൊ പുതിയ അപ്പളാ പറയാ എന്ത്? അവിടെ എനിക്ക് ഉറങ്ങുമ്പോഴടക്കം സാധനം തന്നിരുന്നു. എനിക്കറിയാത്ത ബാറോ? അപ്പോൾ കേക്ക് നിങ്ങള് ബാക്കി അല്ലാതെ വയ്യില്ല. മദ്യപാനത്തിന്റെ കാര്യങ്ങളെല്ലാം മതിയാക്കി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം 1.5 ആഴ്ച കൊണ്ട്. പിന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാം നമ്മൾ എങ്ങനെയാണെന്ന് എന്താണെന്ന്. നമ്മുടെ മോള് അപ്പത്ത് നിന്നോട്ടെ, അൽഹംദുലില്ലാ സന്തോഷം. പക്ഷേ മോളെ വിദ്യാഭ്യാസം എനിക്കിത് കുഴപ്പമില്ല. ഒന്ന് കൊച്ചിന് മൊബൈൽ കൊടുക്കുന്നതിന് പരമാവധി ഒരു പരിധിയുണ്ട്. 2 TV കാണിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അവള് പഠിക്കണം. അവളവിടെ രാത്രി പോയിക്കോട്ടെ, പഠിത്തം കഴിഞ്ഞിട്ട് പോയിക്കോട്ടെ, പോയി കാണാൻ TV കാണുന്നത്. പക്ഷെ മൊബൈൽ കൊടുക്കുമ്പോ ആ മൊബൈൽ എന്താണ് അവളെ ചെയ്യുന്നത് നിങ്ങൾ കാണണം. കൂടെ ഇരുന്നേ കൊടുക്കാം. അതൊക്കെ എല്ലാം കഴിഞ്ഞാനിട്ട് ഇൻഷാ അല്ലാഹ് ചെയ്യും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ കിടന്നോട്ടെ. രാവിലെ അവിടെ സ്കൂളിൽ പൊക്കോട്ടെ. രാവിലെ വീട്ടിൽ വന്നിട്ട് വേണമെങ്കിൽ പോവാം. വൈകിട്ട് പഠിച്ച കാര്യങ്ങൾ വീട്ടിൽ വന്നിരുന്ന് പഠിച്ചിട്ടേ പഠിച്ച് അതും അത്ര ഉറപ്പില്ലാന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ട് ഇറങ്ങിയിരുന്ന് പഠിക്കാം. അല്ല ഇനിയിപ്പോ നമ്മള് പൂട്ടിയിട്ടിട്ട് കളയോന്ന് പറഞ്ഞേ. ആരെയും പൂട്ടുന്നില്ല. ഈ പറഞ്ഞ രണ്ടുപേരും വീട്ടിൽ വന്നപ്പോൾ കഥ കൂട്ടിയായിട്ടിരുന്ന ഒരു കൊട്ട് കൊട്ടി തുറന്നിങ്ങനെ നോക്കി. ഞാൻ കയറി വരാല്ലേ പറഞ്ഞെടുത്ത് ഞാൻ അകത്തോട് കയറി വന്നു പറഞ്ഞു. അപ്പൊ പറഞ്ഞു പുറത്തോട്ട് ഇറങ്ങി വന്നു അല്ലേ? ഇപ്പൊ ബാപ്പാന്ന് വിളിക്കുന്നത് സഹിക്കുന്നില്ല വേറൊരാളിന്. നീ 10 വർഷം എവിടെയായിരുന്നു? ഇതിന്റെ വേറെ 2 പേര് കെട്ടിയപ്പോ
അപ്പൊ വാപ്പാന്ന് വിളിക്കണത് വേറൊരാളെ വാപ്പാന്ന് വിളിക്കണത് സഹിക്കണില്ലാന്ന്. ഏത് സ്വന്തം വാപ്പക്ക് സഹിക്കണില്ലാന്ന്. മോള് വേറെ ആളെ വാപ്പ. ഇജാതി സാധനത്തിന്റെ കൂടെക്ക് രാവിലെ 8 മണി വരെ എങ്ങനെ ജീവിച്ചു? 8 മണിക്കോ ഇറങ്ങി പോകത്രേ. എന്നിട്ട് രാത്രി 11 മണിക്കത്രേ. ഈ 11 മണി തൊട്ടിട്ട് 12, 1, 2, 3, 4, 5, 6, 7, 8 മണിക്കൂർ. ഈ 8 മണിക്കൂർ ചങ്ങായി അനക്ക് നാഷണൽ അവാർഡ് തരണം. ചില്ലറയൊന്നും അല്ല. ചെലവിനെടുക്കാത്തത് കൊച്ചുങ്ങൾ ഉണ്ടാക്കിയ പോലെ ചെലവ് ഈ എനിക്കൊരു മോനുണ്ട്, ഞാൻ കൊടുത്തിട്ട് മേടിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. അതാണ് എന്റെ പ്രശ്നം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈ സ്കൂൾ തുറപ്പില്ലേ, ഈ സ്കൂൾ ബാഗ് വായിച്ചു കൊടുത്താൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് അയച്ചു കൊടുത്തു. എന്നിട്ട് അവർ റിജക്ട് ചെയ്തു. അത് അതിന് തെളിവ് നമ്മളിലുണ്ട്. കഷ്ടപ്പെട്ട അഡ്രസ് കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് പൈസ ബാങ്ക് വഴി അയക്കാൻ സമയമില്ല. അത് ഓന്റെ ബന്ധുക്കാരെ അഡ്രസ് കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടുപിടിച്ച് എന്നിട്ട് പൈസ കൊടുത്തു. അപ്പൊ അവർ റിജക്ട് ചെയ്തു. എന്ന് കഴിഞ്ഞ ബർത്ത്ഡേക്ക് അയച്ചുകൊണ്ടിരുന്നതാണ്. എല്ലാ ദിവസവും ഞങ്ങൾക്ക് പൈസ അയച്ചു കൊടുക്കും. അപ്പൊ അവളെ അയച്ചു കൊടുക്കുന്ന അമ്മാവിന്റെ പേരാണ് അയച്ചു കൊടുക്കണം. GP ചെയ്ത് കൊടുക്കണം, അമ്മാവിന്റെ പേര് അയച്ചു കൊടുക്കണം. ഞാൻ ഒരു ചെറിയ പ്രശ്നം വന്ന് എന്റെ ഫുൾ ബാങ്ക് വഴി അയക്കുന്നത്. ഞാൻ GP മുഖേനല്ലേ അയക്കുന്നത്. ആ സമയത്ത് എല്ലാം അയച്ചു കൊടുത്തോണ്ടിരുന്നത്. ഞാൻ പെട്ടെന്ന് ചെറിയ സാഹചര്യത്തിൽ യാത്രയായി പോയി. അപ്പൊ ഇവർക്ക് അതോടുകൂടി ഒരു ചാര പറഞ്ഞു കൊടുത്ത് ഞാൻ എന്തായാലും 5 വർഷവും ചെറിയ സാഹചര്യത്തിൽ അകത്തായി പോയി. അതുകൊണ്ടാണ്, വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. ഈ ചെറിയ സാഹചര്യം എന്താണെന്നറിയില്ലേ? ജയിലിൽ കിടക്കും, അവിടെ കിടക്കട്ടെ, അവിടെ രക്ഷപ്പെടാം. പിന്നെ ഇവിടെ കുറെ നുണച്ചികളുണ്ട്, അതൂതും പറഞ്ഞു കൊടുക്കണം. അവരെയൊക്കെ മക്കൾ ഇതിന് വലിയ ക്രിമിനലുകളാണ്. പക്ഷെ ആർക്കെതിരെ എന്ത് ചെയ്താലുണ്ടല്ലോ ഇതൊക്കെ കാലം തിരിച്ചു വരും കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു കിട്ടും, അതുകൊണ്ട് അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കിട്ടും. ഷെരീഫിന് റഹീമിന് പിന്നെ ഷെരീഫെ നീ സുർമയെ കേട്ടിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പറഞ്ഞു, ഓ അത് നെജില അത് അങ്ങനെ പോയി ഇങ്ങനെ പോയി. ആദ്യം സ്വന്തം പെണ്ടാട്ടി പോയതിനെ കുറിച്ച് പറയടാ. നീ എന്റെ സ്വന്തം പെണ്ടാട്ടി നിന്നെ കൊള്ളാത്തുള്ളടാ കളഞ്ഞിട്ട് പോയത്. നിങ്ങൾ 2 പെൺകുട്ടികൾ, നീ ചെയ്യ്, നിനക്കിട്ട് പണി നാട്ടുകാരെ മൊത്തം കുറ്റം പറയണം. ആ പെൺകുട്ടികൾ വളർന്നു വരുമ്പോഴത്തേക്കുള്ള അവസ്ഥ എന്താണ്? അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ, കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. ഓനോട് ഒന്നിട്ട് പുറത്തേക്ക് വരാൻ പറയും. ഞാൻ എപ്പോഴാണ് എന്താ പൊണ്ടാട്ടി പോയതെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നുകൊണ്ട് പുറത്തേക്ക് വാ. ഇങ്ങനെ മറിഞ്ഞു നിൽക്കല്ലേ. പിന്നെ കഞ്ചാവ്, പിന്നെ വേറെ എന്തോന്നും കൂടി ഉണ്ട്. ആവശ്യത്തിനും ഓർമ്മയും കിട്ടൂല. ഇജെന്തായാലും ഒന്ന് വെളിച്ചത്തേക്ക് വാവ്. ഇജിതാ മറിഞ്ഞിരുന്ന് ഇങ്ങനെ പറയുമ്പോ എനിക്കും മനസ്സിലാവണില്ല. ഇജെന്തായാലും ഒരു കാര്യം ചെയ്യേ, ആ പൊണ്ടാട്ടിനെയും കൂട്ടി വന്നിട്ട് നിങ്ങളെ പിന്നാലെ ഒരു കണ്ടന്റ് കൂട്ടാം. നമുക്കൊക്കെ ഒന്ന് കാണാലോ, എങ്ങനെ ഉണ്ടാവും? സൂപ്പർ അല്ലേ? റഹീമെ നേർക്കൊന്ന് കാണാം. റഹീമെ എന്തായാലും നമുക്കൊന്ന് ബേക്കിൽ ക്യാമറ ഒക്കെ എടുക്കണം. അത് ഈസിയാണ്, അത് ഈസിയാണ്. ചടയമംഗലത്ത് പോയാൽ മതി. ഇവനെ നമുക്ക് വിവറേജിലാണ് ഇപ്പം കൂടുതൽ. അതൊക്കെ എനിക്ക് കണ്ടത്തെ ശേഷിയൊന്നും ഇല്ല. എനിക്ക് ബന്ധം റബ്ബർ പാലത്തെ പെണ്ടാട്ടിയിലെടുത്ത് കുഴിമന്തിക്ക് സ്പൈസിയിലുള്ള ചോറ് ചെയ്യാൻ വിളിക്കും. നമ്മുടെ മൂസിലായിട്ടുള്ള കോൺഫറൻസ് കോളിൽ നിന്ന് അപ്പോഴാണ് നിങ്ങളെ കൂടെ ആ തുടക്ക ടൈമിൽ ഞാൻ കിട്ടിയ നെജില നിന്നെ കണക്കല്ല. ഞാൻ കള്ളം കുടിക്കുന്ന നെജിലയുടെ വിഷമൊക്കെ ഉണ്ടാവും. പക്ഷെ നെജില എന്നെ വിട്ട് പോകണമെങ്കിലേ ഞാൻ എന്റെ മീശ പകുതി എടുത്തിട്ട് കാണും. എമ്മാരി വെല്ലുവിളിയാ. അതായത് മറ്റേ പേരെന്താ പറഞ്ഞ ഹംസേ. ഓനെ കിട്ടാൻ ഒരു പണിയില്ല, ബീവറേജ് പോയാൽ മതി. ഇനിയിപ്പോ എന്നെ കിട്ടാൻ നിങ്ങളെ എവിടേക്കാ വരിക? ഇജ്ജ് എവിടെയാ കഞ്ചാവ് വാങ്ങണോടത്തേക്കില്ലേ? എന്നുവെച്ചാൽ അങ്ങോട്ട് വാവ് കേട്ടോ. അല്ലാതെ ഇന്നെ ഇവിടുന്ന് കാണുക. ഞങ്ങൾക്ക് എല്ലാവരും ഭയങ്കര ഈസി അത്ര എനിക്ക് എല്ലാവരെയും പൊക്കാന്. ഞാനൊരു വളി വിട്ടാ അതിനുള്ള ആരോഗ്യം ധൈര്യം എനിക്ക് ഉണ്ടോ നോക്കട്ടെ. എന്നിട്ടല്ലേ ഇജ്ജ് പൊക്കാൻ നടക്കുന്നത്. ഇവളെ അന്നേക്കാ വലിയോലെ കെട്ടിയിട്ട് താമസിച്ച ആളാ, അറിയോ? ഇതൊക്കെ ഒരു സീസണാ ഓൾക്ക്. അതിപ്പോ പോവും. ഇജ്ജ് എന്ത് കണ്ടിട്ടാ കുറയ്ക്കണു? ലോകം പറയണേ മറ്റേ സ്റ്റേറ്റ്മെന്റ് എടുത്താൽ മതിയല്ലോ. എൻ്റെ ബാങ്കിൽ എൻ്റെ മക്കൾക്ക് ചെലവിന് കൊടുത്തത് അവർ റിജക്ട് ചെയ്തു, തിരിച്ചയച്ചു. ചിലപ്പോൾ വേണമെങ്കിൽ ഗൂഗിൾ പേയിൽ 100-100 ഇട്ട് കൊടുത്തപ്പോൾ അത് ഫെയിൽഡ് ആയിട്ടുണ്ടാവും, ബാലൻസ് ഇല്ലായിട്ട്. അപ്പോൾ ഇവൻ്റെ ഈ മൊയ്തിൻ്റെ വിചാരം അതുപോലെ റിജക്ട് ചെയ്തിരിക്കാന്നക്കാരം. അതിനും വേണ്ട ഒരു വിവരം. എന്നിട്ട് പോയി ഇൻ്റെ അവിഹിതം, ഇൻ്റെ ഒളിച്ചോട്ടം, ഇൻ്റെ കഞ്ചാവും കണ്ടുപിടിച്ചാൽ ഇറങ്ങിക്കാം. ഇപ്പം കിട്ടും, മണ്ടി വരും കേട്ടോ. രണ്ടും പാടെ കടന്ന് തൂറി മെഴുകുക. എന്തൊരു നല്ല കുടുംബം അല്ലേ? ഓലെ പറഞ്ഞപ്പോൾ എനിക്ക് ബെസ്മായി ഇത്രേ. എന്നാ വിഷമിക്കണ്ട കേട്ടോ. എൻ്റെ ഒന്നും കുടുംബചരിത്രം ഞങ്ങളാരും കുടിയിൽ വന്ന് ഷൂട്ട് ചെയ്തതല്ലോ. ഇതൊക്കെ തന്നെയല്ലേ കൊടുത്തിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അല്ലേ? എന്നിട്ട് അവസാനം ഇത് കേട്ടവർക്കും അഭിപ്രായം പറഞ്ഞവർക്കാ കുഴപ്പമില്ലേ? ഒരു 11 വയസ്സായ ഒരു കുട്ടീനെ രണ്ടും പാടെ ശരിക്കും മുതലെടുക്കാൻ നോക്കി. നാട്ടുകാരും നിയമവും സമ്മതിച്ചില്ല. അതിന്റെ ചെരുപ്പല്ലേ ഇപ്പൊ നിങ്ങൾക്ക്? സാരമില്ല കേട്ടോ. കുട്ടികളെ ചൈൽഡ് കൊണ്ടുപോയിട്ട് സുരക്ഷിതമായി നോക്കിക്കോളും. നിങ്ങൾക്ക് ഇപ്പൊ എന്തായാലും മെസ്രക്ക് മോനും മിറ്റുമോനും പിന്നെ വേറെ ഏതൊരു മോനും കൂടി ഉണ്ടല്ലോ. എല്ലാ മോനും പാടെ ഇവിടെ ഇരുന്നോ. കുട്ടീനെ എന്തായാലും നിങ്ങൾക്ക് കിട്ടൂല. കാരണം എൻ്റെ അടുത്തൊക്കെ ആ കുട്ടി രക്ഷപ്പെട്ടിക്ക. ഈ ജാതി കള്ളുടിയാലും കഞ്ചാവിലല്ലേ എൻ്റെ പിന്നാലുള്ളത്. ഒരു നാട്ടുകാരെ പെൺകുട്ടിയല്ലേ. എൻ്റെ മോളെ എന്നിങ്ങനെ പറയുന്നു. നിങ്ങൾ എത്ര നേരം ഉണ്ടാവും ഈ സ്നേഹം?
6 മണി എന്നാണ് കഴിഞ്ഞ് നോക്കണം. ഓൻ ബീവറേജിൽ നിന്ന് വന്നാൽ തീരുന്നേ ഉള്ളൂ. നിങ്ങൾ തമ്മിലില്ല സ്നേഹം. അങ്ങനത്തെ ഒരു തന്റെ തല്ലേ ഈ 10-11 വയസ്സായ പെൺകുട്ടിനെ ജയിൽപ്പിച്ചിരിക്കുന്നത്. ഇജോ ഇങ്ങനെ നശിച്ചു. അനക്കാണെങ്കിൽ ആഴ്ചയിൽ 7 മാപ്പിള വേണം, അല്ലെങ്കിൽ നിർബന്ധം. അതല്ലെന്നുണ്ടെങ്കിൽ അനക്ക് ആകെ പ്രശ്നം. എന്റെ അടുത്താണ് ഈ വളർന്നു വരുന്ന പെൺകുട്ടിനെ നിർത്തേണ്ടത് ഇല്ലേ? അത് ഉമ്മാരത്തെ കള്ളുടിയനും കഞ്ചാവ് വലിക്കാരന്റെ പിന്നാലെ. ശരി എന്നാ കിട്ടും കേട്ടോ. പിന്നെ അവിഹിതത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എന്തറിയോ, ഈ സോഷ്യൽ മീഡിയയിൽ ഈ യൂട്യൂബർ അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയാ ഈ അവിഹിതവും വീട്ടുകാരെയും പറച്ചിൽ ഉണ്ടായിട്ടുള്ള എന്റെ അറിവില് ഒന്ന് ഞാനും ഒന്ന് സഫീന ബീവിയ. അതെന്താ പറയാൻ കാരണം എന്നറിയോ, സഫീന ബീവിനെ കുറിച്ചിട്ടൊരു പെണ്ണ്, അതെന്താ റീസണ് കാരണം എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഈ സ്ത്രീ ഷെഫീന ബീവിന്റെ മോനെയും കുറിച്ചിട്ട് വളരെ മോശമായിട്ട്, ഇവറ്റേക്ക് എന്ത് മനുഷ്യന്മാരാണ് ആലോചിക്കുക. എന്തിനും പറഞ്ഞോട്ടെ. പക്ഷെ ഇത്തിരി അധപ്പതിച്ച സ്ത്രീകളൊക്കെ ഞാൻ ഇവള് മാത്രമേ ഉള്ളൂ എന്നാ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല, വേറെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ പിന്നെയും എന്താ പറയാ കുറെ സഹിക്കാം. എന്നാലും കേട്ടോ, അതായത് ഷെഫീന ബീവിനെ നമുക്ക് അറിയുന്നതിന്റെ പേരില്, എനിക്ക് പേഴ്സണലി അറിയുന്നതിന്റെ പേരില് വിഷയമല്ല. പക്ഷെ അറിയാത്ത ഒരാളെങ്കിലും ഇത് തെറ്റിദ്ധരിച്ച അത് എത്ര മോശമാണ്. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ഷെഫീന ബീവിക്ക് അത് പ്രശ്നമൊന്നുമില്ല. കാരണം ഞാൻ ഈ കാര്യം ഇതിന് മുമ്പ് ഞാൻ ചോദിച്ചു, ഈ വിഷയമല്ല, ഇതിന് മുമ്പ് ആ ഒരു ബഷീറൊക്കെ ആയിട്ടുള്ള ഇഷ്യൂടെ സമയത്ത് ഇതേമാതിരി ഭയങ്കര ഇവൾക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു. ഫാമിലിനൊക്കെ പറഞ്ഞപ്പോ ഇത് ഷെരീഫെ ഈ യൂട്യൂബിനകത്ത് വന്ന ഇതല്ല, ഇതിലപ്പുറം കേൾക്കേണ്ടി വരും. എല്ലാത്തിനും മറുപടി കൊടുക്കാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ പോകരുത്. പോയ നമ്മൾ തെറ്റുകാരാവും. അതുകൊണ്ട് അതൊക്കെ അതിന്റെ വഴിക്കാണ് വിടുക. പറയുന്നവരങ്ങനെ പറഞ്ഞോട്ടെ എന്ന്. ആ വീഡിയോ ഞാൻ ഒന്ന് കേൾപ്പിച്ചു തരാം. നിന്റെ സർട്ടിഫിക്കറ്റ് എന്തായാലും എനിക്ക് വേണ്ട, മനസ്സിലായോ? അയ്യോ താത്തക്ക് ഇതന്നെ ഒരു പണി. താത്തേനും മോന് വെച്ച് എന്തോരം ആൾക്കാർ വീഡിയോ ഇട്ടുണ്ട്. താത്ത മോന്റെ കൂടെയാണ്. അതിന് വലിയ ശിക്ഷ ഈ ലോകത്ത് കിട്ടണോ? നമ്മൾ ജന്മം തനിക്ക് മോന്റെ കൂടെയാണ് നമ്മളെന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ അതിന് മാത്രം അല്ലേ? ഒന്ന് ആലോചിക്ക്. താത്ത ജന്മം നൽകിയ മോന്റെ കൂടെ ആവണ ഭാഗ്യാണ്. അത് ആ വില അറിയാത്തത് കൊണ്ടാ, മക്കളെ വില അറിയാത്തത് കൊണ്ടാ. എല്ലാരും ഒരേ കണ്ണുകൊണ്ട് കണ്ട് വളർന്ന ഈ സ്ത്രീക്കൊക്കെ ചിലപ്പോ ഇതൊക്കെ എന്താ പറയാ മക്കളും ഏതാ മറ്റേ ഭർത്താവ് ഏതാന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവൂല. പക്ഷെ അത് ഈ ഷെഫീന ബീവിനെ പറഞ്ഞപ്പോ ഷെഫീന ബീവി എന്താണെന്നുള്ളത് ഷെഫീന ബീവിക്ക് ഇത്രയും ഇത് കിട്ടുന്നത് എന്താ അറിയോ, ഇത്രയും മോശത്തരായിട്ടുള്ള വീഡിയോസൊക്കെ ഇറക്കാനുള്ള കാരണം ഷെഫീന ബീവി എല്ലാം ഓപ്പൺ ആയിട്ട് പറയും. വരുന്നിടത്ത് വെച്ച് കാണാന്നുള്ള ഒരു മെയിൻറ്റുള്ള ഒരു പെണ്ണാണ് ഈ ഷെഫീന ബീവി. ഏറെക്കുറെ ഇന്റെ സ്വഭാവം അങ്ങനെ തന്നെ. ഇവരിങ്ങനെ ചെറുവരൽ കാണിച്ചിട്ട് വിറപ്പിച്ചാലൊന്നും ഞാനും വിറക്കൂല. അതല്ലേ പിന്നെ ഇതിന് നിൽക്കരുത്, പറയാനുള്ള ഗഡ്സ് കാണിക്കണം. അപ്പോൾ അങ്ങനെ പറയുന്നവർക്ക് ഇങ്ങനത്തെ പല കഥകളും ഇറങ്ങും. അതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങനെ വിടുക എന്നല്ലാതെ ഇതന്നെ ഷെഫീന ബീവി പറഞ്ഞത് തന്നെ അതിന്റെ ശരി. അതായത് സ്വന്തം മോനെയും ഷെഫീന ബീവിനെയും കുറിച്ച് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇടങ്ങേറായി. ഇത്തിരി അതപ്പതിച്ച മനുഷ്യന്മാരുണ്ടോ എന്നുള്ളതൊക്കെ. പറഞ്ഞിട്ട് കാര്യമല്ല. എന്നാ പോട്ടെ, നിങ്ങൾ അടുത്ത് നല്ല എന്തെങ്കിലും നാട്ടിൽ വിശ്വസിക്കുന്ന എന്തെങ്കിലും അവിഹിതം കൊണ്ട് വാവ്. ഇതൊക്കെ എന്താ, ഇതൊക്കെ മറ്റോള് കുറെ പാടി നടന്നിട്ട് എവിടെ എത്താതെ എത്തിയതാ. ചാറ്റിങ് പുറത്ത് വിട്ടു, ഇതിലൊക്കെ പാടി ഞാൻ പേടിച്ചിരിക്കുക. ഇനി എങ്ങനെ മത്സന്മാരെ മോത്ത് നോക്കല്ലേ? ശരി എന്നാ പോട്ടെ, ശരിക്കായിയേ തീട്ടായിയേ പോട്ടെ എന്നാ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ.